11:42. ഉച്ച സമയം 11:42. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ? ഇപ്പൊ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. അതുപോലെ തന്നെ നല്ല കോടമഞ്ഞുണ്ട്. അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം നല്ല കോടമഞ്ഞൊക്കെ ആ ഭാഗത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലാണെങ്കിലും നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല നല്ല കാഴ്ചകൾ. സൗദി അറേബ്യയിലൊക്കെ കറങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ നമാസ് റൂട്ടിൽ എന്തായാലും വരണം. കാരണം നല്ല വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നമാസ് റൂട്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് അബഹ പോണെന്ന റൂട്ട്. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ്. നല്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ സമയം കണ്ടോ? 12:12 ഉച്ച സമയം. മുന്നിലേക്ക് റോഡ് തന്നെ ശരിക്കായിട്ട് കാണാൻ പറ്റുന്നില്ല. അത്രത്തോളം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ബില്ലഹ്മർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ബില്ലഹ്മർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ സമയം 12:15. ഉച്ചക്ക് സമയം 12:15. റോട്ടിലേക്ക് മുന്നിലേക്ക് കാഴ്ചകൾ പറ്റ മറിഞ്ഞിരിക്കുകയാണ് കോടമഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ വാഹനം സ്പീഡ് കൂടാനും പാടില്ല. ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമുക്ക് മെല്ലെ ഇങ്ങനെ പോകാനേ പാടുള്ളൂ. കാരണം ഫ്രണ്ടിൽ വാഹനം ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ പിറകിൽ വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ വാഹനം കാണാനും വേണ്ടിയിട്ടാണ് ഫോർ ഇൻഡിക്കേറ്റർ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം ഫുൾ കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഓൾറെഡി മൊത്തം തണുപ്പ് തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ ബില്ലഹ്മർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാലാവസ്ഥ നല്ല തണുപ്പും അതുപോലെ തന്നെ ഇതുപോലെ കോടമഞ്ഞ് ഇറങ്ങി പല സ്ഥലങ്ങളിലായി. നമാസ് മുതൽ നമ്മൾ ഈ നമാസ് വഴി അബഹയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ സമയം കണ്ടോ? 12:20. ഇപ്പോഴും നമ്മൾ ഈ മൂടൽമഞ്ഞിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 മണി തൊട്ട് ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ മൂടൽമഞ്ഞ് തന്നെ. ഇത്രയും മൂടൽമഞ്ഞുള്ള ഈ ഒരു സമയത്ത് ടെമ്പറേച്ചർ എത്ര നല്ലതാണ്? 16 ഡിഗ്രി ടെമ്പറേച്ചർ. നല്ല മൂടൽമഞ്ഞ് കോടിറങ്ങിയ ഈ ഒരു സമയത്ത് ടെമ്പറേച്ചർ 16 ഡിഗ്രി. നല്ല തണുപ്പുമാണ്. 12:30 ഈ ഒരു സമയത്ത്. ഇപ്പം ഏകദേശം കോടമഞ്ഞ് ഈ ഭാഗത്തൊക്കെ മാറിക്കഴിഞ്ഞു. കാരണം ആ സൈഡിലൊക്കെ ഫുള്ള് കൃഷികളാണ്. തട്ടുതട്ടായിട്ട് ഇങ്ങനെ കൃഷികൾ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അതുപോലെ ഈ ഭാഗത്ത് കണ്ടോ കൃഷികൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, വീടുകൾ, അടിപൊളി കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഈ ഒരു റൂട്ടിൽ നമ്മളെ നാട് ഫീൽ ചെയ്യാനുള്ള മെയിൻ പ്രധാന കാരണം ഇവിടുത്തെ വീടുകളാണ്. ഇവിടുത്തെ വീടുകളുണ്ടാവും നമ്മളെ നാട്ടിൽ ഏകദേശം സെയിം ആയിട്ടുള്ള വീടുകളാണ്. ചെറിയ ചെറിയ വീടുകൾ, അതുപോലെ തന്നെ വാർപ്പിട്ട വീടുകൾ, അതുപോലെ ഡിസൈനിങ് ഒക്കെ നമ്മളെ നാട്ടിൽ ഏകദേശം. അതുപോലെ തന്നെ ഈ ഒരു പെട്ടിക്കട ഉണ്ടോ? ഇത് ഇവിടെ ഉണ്ടാക്കിയ കൃഷി നല്ല ഫ്രഷ് ഫാമിലെ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഇവിടെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നുണ്ട്. അവിടെ ഫാമുകളുണ്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട്, ഈ മലയുടെ ബാക്ക് വശത്തായിട്ട്. ആ ഫാമുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അവരവിടെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നത്. ഈ അബഹയിലേക്ക് എത്താനാവുമ്പോഴുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് അവിടെ മാത്രമല്ല, നമ്മൾ ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ ഈ അവസാനിക്കാൻ നേരത്ത് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലും ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ റൂട്ടിലുള്ള കാഴ്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു പാലത്തിൽ നിന്ന് നേരെയാണ് അബഹയിലേക്ക് പോകാനുള്ളത്. നമുക്ക് റൈറ്റിലേക്കാണ് പോകാനുള്ളത്. ഇനി അടുത്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോസിൽ വരാം. ഓക്കെ, ബൈ ബൈ.